ഹായ് ഗൈസ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് എൻ്റെ ഒരു ബിസി ഡേ ഇൻ മൈ ലൈഫ് കാണാമല്ലേ. അപ്പോൾ രാവിലെ തന്നെ എണീച്ചു. ഇതിപ്പോൾ സ്ലിം ടീ കുടിക്കാൻ ഞാൻ ഡയറ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടില്ല, എങ്കിലും ഇത് കൈ കിട്ടിയപ്പോഴത്തേക്കിന് കുടിച്ചു നോക്കാമെന്ന് ഓർത്തു. അങ്ങനെ ഇത് പുതിയ പായ്ക്കാണ് കേട്ടോ. അങ്ങനെ അതിനെ കുടിക്കുകയാണ്. രാവിലെ വെറും വയറ്റിൽ അത് കുടിക്കണം എന്നല്ല, കുടിച്ച് തുടങ്ങി ഞാൻ. അതിനുശേഷം നമുക്കൊരു സ്ഥലം വരെ പോകാനുണ്ട്, മോനെയും കൊണ്ട് ഹോസ്പിറ്റലിൽ പോകാനുണ്ട്. അപ്പോൾ അതിന് ഞാൻ റെഡിയാകുകയാണ്, ഞാനും മോനും കൂടി റെഡിയാകുകയാണ്. ഇതിപ്പോൾ ടൈം ഒരു 7 മണിയായിട്ടുണ്ട്. രാവിലെ തന്നെ ഡോക്ടറെ കൺസൾട്ട് ചെയ്ത് കഴിഞ്ഞാൽ അവനെ നേരെ സ്കൂളിലേക്ക് ആക്കാമല്ലോ എന്നോർത്തിട്ട് ഞാനും മോനും കൂടി രാവിലെ തന്നെ ഹോസ്പിറ്റലിൽ പോയിട്ടോ. പിന്നെ അവിടെ ഇച്ചിരി ഒന്ന് വെയിറ്റ് ചെയ്യേണ്ടി വന്നു. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ ഡോക്ടറെ കാണിച്ചു. പിന്നെ അവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ നല്ല വിശന്നു, രാവിലെ ഒന്നും കഴിച്ചില്ലല്ലോ. അങ്ങനെ ഒരു 8 മണി ആയിട്ടുണ്ട്, ഇപ്പം 8 മണി കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഇവിടുത്തെ ക്യാൻറ്റീനിൽ നിന്ന് ഒരു പത്തലും ജ്യൂസും ഞങ്ങൾ കുടിച്ചു. നല്ല ടേസ്റ്റ് ആയിട്ടോ ഈ പത്തലിന്. നല്ല ടേസ്റ്റ് മീൻസ് വിശന്നിരിക്കുമ്പോൾ നല്ല ടേസ്റ്റ്, അത് തന്നെ. അങ്ങനെ തിരിച്ച് നമ്മൾ വീട്ടിലെത്തി മോനെ ഒരുക്കി അവനെ സ്കൂളിലാക്കാൻ വേണ്ടി പോകാമെന്ന്. ഇന്ന് നല്ലൊരു തിരക്ക് പിടിച്ച ദിവസമാണ് കേട്ടോ. അങ്ങനെ മോനെ സ്കൂളിലാക്കി അവൻ്റെ ക്ലാസ്സിൽ കൊണ്ടാക്കിയിട്ട് വരാമെന്ന് ഓർത്തു, കാരണം ക്ലാസ് സ്റ്റാർട്ട് ചെയ്തു കേട്ടോ. അങ്ങനെ അത് കഴിഞ്ഞ് അവിടെ അടുത്ത് തന്നെയാണ് എൻ്റെ ഒരു ഡെൻ്റൽ ക്ലിനിക്ക്. എൻ്റെ മീൻസ് എനിക്ക് കാണിക്കാനുള്ള ഡെൻ്റൽ ക്ലിനിക്ക്. അവിടെ നിന്ന് ജസ്റ്റ് അവിടെ ഡോക്ടറെ കൺസൾട്ട് ചെയ്ത് വീട്ടിൽ വന്നപ്പോൾ നല്ല വിശന്നു, രാവിലെ ഒന്നും കഴിച്ചില്ല. അന്നേരം ഇന്നലെ വൈകുന്നേരം വെച്ച പായസം ഇരിപ്പുണ്ടായിരുന്നു. അങ്ങനെ ഞാനൊരു പപ്പടവും പൊരിച്ച് പഴവും കൂട്ടി ആ പായസത്തിന് കഴിച്ചു. അത് കഴിഞ്ഞ് ജസ്റ്റ് ഒന്ന് റെസ്റ്റ് ചെയ്ത് ഇതിപ്പോൾ ടൈം ഒരു 11:30 ആയിട്ടുണ്ട്. എനിക്ക് യോഗയ്ക്ക് പോകാൻ ടൈം ആയിട്ടുണ്ട്. അങ്ങനെ ഞാൻ യോഗയ്ക്ക് പോവാന്ന്. ഈ യോഗയ്ക്ക് പോയതിന് ശേഷമാണ് കേട്ടോ ഞാൻ നന്നായിട്ടൊന്ന് റിലാക്സ്ഡ് ആയത്. മീൻസ് നമ്മുടെ ഉള്ളിലുള്ള ഓരോ വികാരങ്ങളും നമ്മൾ മനസ്സിലാക്കുമല്ലോ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നമ്മുടെ ഉള്ളിലെ ദേഷ്യം അത് എന്തുകൊണ്ട് വരുന്നു എന്നൊരു ക്വസ്റ്റ്യൻ നമുക്കുണ്ടാകും. ഇപ്പം അതെല്ലാം ഒന്ന് ഒതുങ്ങി റിലാക്സ്ഡായി നമ്മുടെ മൈൻഡ് ഫ്രീ ആകുക എന്ന് പറയില്ലേ, അങ്ങനെ ഫ്രീ ആയി. അതിന് നല്ലൊരു മെത്തേഡാണ് കേട്ടോ യോഗ. അങ്ങനെ ഞാൻ നടന്നാണ് പോയത്. വീടിൻ്റെ അടുത്താണ് കേട്ടോ യോഗ സെൻറ്റർ ഉള്ളത്. അവിടെ ചെന്ന് കഴിഞ്ഞ് യോഗയെല്ലാം കഴിഞ്ഞപ്പോൾ എൻ്റെ വെയിറ്റ് നോക്കി ഗൈസ്, 78. ഞാനില്ല, എൻ്റെ കിളി പോയി. ഇനി അതൊന്ന് കുറയ്ക്കണം. നല്ല കാര്യമായിട്ട് ഫുഡ് കഴിച്ചുണ്ടായതാണ്, അല്ലാണ്ട് വെറുതെ ഇരുന്ന് കിട്ടിയതൊന്നുമല്ല, അധ്വാനിച്ചുണ്ടായതാണ്. അങ്ങനെ തിരിച്ച് വീട്ടിൽ വന്നു ഉച്ചയ്ക്ക് ഊണും കഴിഞ്ഞിട്ട് അടുത്ത പണിക്കിരുന്നു, വർക്ക് ചെയ്യാനുണ്ടായിരുന്നു കേട്ടോ. ഈ ഒരു സ്ലീവിൽ ഹാങ്ങിങ് വെക്കണമായിരുന്നു. അങ്ങനെ ഹാങ്ങിങ് ഒക്കെ ചെയ്തു, അതൊക്കെ സെറ്റാക്കി. ഇത് വൈകുന്നേരം കൊടുക്കാനുള്ളതായിരുന്നു കേട്ടോ. അങ്ങനെ അത് റെഡിയായി. എനിക്കൊരു മീഷോയിൽ നിന്നൊരു പ്രൊഡക്റ്റ് വന്നിട്ടുണ്ടായിരുന്നു. ഇത് ഞാൻ വാങ്ങിയതാണ്. ഇത് നമ്മുടെ ആരി നീഡിലാണ്. ആരി വർക്കേഴ്സിനറിയാം സംഭവം എന്താണ്. ഇത് നല്ല സൂപ്പർ സാധനം കേട്ടോ, നല്ല ക്വാളിറ്റിയുള്ള നല്ല മെറ്റീരിയലാണ്. പിന്നെന്താ, ഇനി എൻ്റെ വരും വീഡിയോസിലൊക്കെ എൻ്റെ വെയിറ്റ് ലോസ് ജേണി എല്ലാം കാണാം. അതുവരേക്കും ബൈ ബൈ.